വിഷയത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കിട്ടണമെന്നില്ല. വിഷയങ്ങളുടെ ധർമ്മം എൻ്റെ ചിന്തയിൽ എന്നോടൊപ്പം ഇരിക്കുന്നതാണ് ലോകധർമ്മമെന്ന് ഞാൻ മാനിക്കുന്നു. അയാളോടൊപ്പം ഇരിക്കുന്നതാണ് ലോകധർമ്മമെന്ന് അയാൾ മാനിക്കുന്നു. എന്ത് നടന്നുവോ അത് ധർമ്മമാണെന്ന് മറ്റൊരു പക്ഷം ഇരിക്കുന്നു. നീതി നിയമങ്ങൾ എഴുതി വെച്ച പുസ്തകങ്ങളിലൂടെ ഇങ്ങനെ നടക്കേണ്ടതാണ് ധർമ്മമെന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നു. 4 വാദങ്ങൾ ഇപ്പോൾ ഉണ്ട്. നിങ്ങളെ വിളിച്ചിരുത്തിയാൽ നിങ്ങളിൽ ഒരു കൂട്ടർ പറയും അത് എൻ്റെ കയ്യിൽ ഇരിക്കേണ്ടതാണ്, അതാണ് ധർമ്മം. അവൻ്റെ കയ്യിൽ പോയതാണ് അധർമ്മം. അവനോട് ചോദിച്ചാൽ പറയും എൻ്റെ കയ്യിലാണ് ധർമ്മം, അവൻ്റെ കയ്യിലേക്ക് പോകാതിരിക്കുന്നതിന് എൻ്റെ കയ്യിൽ ഇത് നിലനിർത്തുകയാണ് ധർമ്മം. വൈയക്തികമായി വ്യഷ്ടിപരമായി യുധിഷ്ഠിരൻ ധർമ്മത്തിൻ്റെ പ്രതിരൂപമാണ്. കാരണം ദുര്യോധനനിൽ നിന്ന് രാജ്യം പിടിച്ചെടുത്ത് തൻ്റെ ഭരണവ്യവസ്ഥയിലൂടെ കൊണ്ടുപോകുവാൻ നടത്തുന്ന വ്യഷ്ടിധർമ്മത്തിലാണ് യുധിഷ്ഠിരൻ നിൽക്കുന്നത്. ധാർമ്മികമായി തന്നെയാണ് മുനിമാർ ചമച്ചു വെച്ചിട്ടുള്ള ക്ഷത്രിയ ധർമ്മത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് തന്നെയാണ് രാജ്യം എൻ്റെ കയ്യിൽ വന്നത്. ഇന്നത് ധർമ്മമാണ്. അത് അവരുടെ കയ്യിലേക്ക് പെടാതിരിക്കുന്നതിനാണ് ഞാൻ ഈ ധാർമ്മിക യുദ്ധം നടത്തുന്നത്. ഇവിടെ 2 ധർമ്മമായി വ്യഷ്ടിക്ക്. എഴുതി വെച്ച നീതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രാജ്യം ഇന്ന പോലെയാണ് പോകേണ്ടത് എന്നൊരു ധർമ്മ വ്യവസ്ഥ മുൻപിൽ വെച്ച് അതിൻ്റെ ധർമ്മത്തിനാണ് ശ്രമിക്കേണ്ടത് എന്ന് 3ാമത്തെ വാദം. ശരി, എന്താണോ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാമാണ് ധർമ്മം. അതിനെ മനുഷ്യൻ സ്വപ്രയത്നം കൊണ്ട് ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് പ്രകൃതിപരമായ ധർമ്മം. 4 മനസ്സിലായി. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്ന് നിന്ന് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. 4 ഉണ്ടെന്ന് തന്നെ ഈ കൂട്ടർ അറിയുന്നില്ല. ഇതിലേതാണ് ധർമ്മം? കേവലമായി ഇതിൻ്റെ ധർമ്മനീതി എന്താണ്? ഇതെങ്ങനെയാണ് വന്ന് ഭവിക്കുന്നത്? ഇനി മെല്ലെ വ്യാസനയൊന്ന് നോക്കി. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് കൈപൊക്കിയതിൻ്റെ അർത്ഥമൊന്ന് ആലോചിച്ച് നോക്കി. പഠിക്കാൻ ഒരുങ്ങിയിറങ്ങിയപ്പോൾ തന്നെ പരസ്പര വൈരുദ്ധ്യം പുലർത്തുന്ന 4 കാര്യങ്ങൾ മുമ്പിലെത്തി. നിങ്ങൾക്ക് അസിമുലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കട്ടെ. 4 ശരിയാണ്. 4 ഓരോന്നിൻ്റെയും പക്ഷത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാനല്ലാതെ 4 നിന്നും വേറിട്ട് നിന്ന് നോക്കിക്കണ്ടാൽ ഏതാണ് ധർമ്മം? എല്ലാം ശരിയാണ്. ഓരോന്നിനോട് ചേർന്ന് നിന്നാൽ അതാത് ശരിയാണ്. നമ്മൾ എവിടെ ചേരുന്നുവോ അപ്പൊ അതേ ഉള്ളൂ കാലം. ഇല്ല, കാലം അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചേരുമ്പോൾ മറ്റേ കാലമില്ല. ചേരാതെ ഒരു ചിന്ത വരുമ്പോഴേ തൽക്കാലമുള്ളൂ. നമ്മൾ എവിടെ ചേർന്ന് നിൽക്കുന്നുവോ അതാണ് കാലം. റൈറ്റ്? പൂർണ്ണമായും അതാണ് നടക്കേണ്ടത്. നമ്മളതിൽ വാശി പിടിക്കുകയും അതിന് മല്ലുണ്ടാക്കുകയും അതിന് വിപരീതമായി വരുന്നതെല്ലാം അധർമ്മമാണെന്ന് സ്ഥാപിക്കാനുള്ള കുയുക്തികളെല്ലാം നമ്മുടെ ബോധമണ്ഡലത്തിൽ ഉദയം ചെയ്യുകയും ചെയ്യും. ശരിയാണ്. എല്ലാ കുയുക്തികളും ഉദയം ചെയ്യും. ഇതാണ് ധർമ്മം. നമ്മളത് ചിലപ്പോൾ സംശയങ്ങൾ എന്ന പേരിൽ അവതരിപ്പിക്കും. ശരിയല്ല.
അത്ര പറ്റാത്തവരോടാണെങ്കിൽ, അതല്ലാത്തവരാണെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എന്ന നിലയിൽ പറയും ശരിയല്ല. ചിലരോട് പറയുമ്പോൾ പറയും ഇതാണ് അതിൻ്റെ ശരി. എതിർപ്പുള്ളവരോടാണെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റൂ, വേറൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പൊ തീരുമാനങ്ങൾ, സംഘകൾ, അഭിപ്രായങ്ങൾ, ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളും നമ്മൾ സ്വീകരിക്കുമ്പോഴും നാം ഇതിൽ ഒന്നിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. റൈറ്റ്? വസ്തുതയോ ഈ യുദ്ധം ചെയ്താൽ രാജ്യം സ്വന്തമാകുമോ? ആകണമെന്നില്ല. അതിന് പൂർവനിശ്ചിതം വേറെയാണ്. 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് തൻ്റേതായിത്തീരുന്നതിൽ വർത്തമാനകാലത്തിലെ തൻ്റെ ജാഗ്രത് സ്വപ്ന തീരുമാനങ്ങളെക്കാൾ ശക്തവും അന്തർധാരയുള്ളതുമായ ഒരു പൂർവസൂരി ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇതാ ശാസ്ത്രത്തിലൂടെ അവരന്വേഷിച്ചു. അത് മുഖാമുഖം കണ്ടു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. എന്റെ പ്രയത്നം, എന്റെ തീരുമാനം, എന്റെ നിശ്ചയം ഇവയെ ഒന്നും കണക്കിലെടുക്കാത്ത ഒന്നിലാണ് അനുഭവങ്ങളിരിക്കുന്നതെങ്കിൽ ഞാൻ യുദ്ധം ചെയ്തതുകൊണ്ട്, യുദ്ധം ചെയ്യാത്തതുകൊണ്ട് വിഷയമാകുന്ന രാജ്യത്തിന്റെ ധർമ്മം നിശ്ചയിക്കപ്പെടുന്നില്ല. ഈ തലം പിടികിട്ടിയാൽ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ പിടികിട്ടും. ഈ തലത്തിലാണ് ഗീതയുടെ വ്യാഖ്യാനം പൂർവന്മാർ സാമ്പ്രദായികമായി യുദ്ധക്കളത്തിൽ നിന്ന് ഗുരുകുലത്തിലേക്ക് ഏറ്റിക്കൊണ്ടുപോയത്. ഇത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് വ്യാസഗദ്ഗതങ്ങൾ തിരിച്ചറിയാത്തവർ ഗീതയെ പിന്നീട് ശങ്കരൻ എഴുതി ചേർത്ത് അകത്ത് കയറ്റിവെച്ചു എന്നൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വന്നത്. കാരണം യുദ്ധവുമായി ഒരു സാങ്കത്യവും ഇല്ലാത്തൊരു ദർശനമാണ് പോകുന്നതെന്ന് അല്പബുദ്ധികളായവർക്ക് പോലും മനസ്സിലാവും. ഗീത അവിടെ വേറിട്ട് നിൽക്കുകയാണ്. യുദ്ധത്തിന്റെ ക്രമാനുഗതമായ വികാസത്തിലൂടെ വന്ന് ഒരു രംഗവേദിയിൽ ധൃതരാഷ്ട്രനിലൂടെ ചോദ്യമുന്നയിച്ച് സഞ്ജയനിലൂടെ ആവിർഭവിച്ച് നമ്മളിലേക്ക് കടന്നു വരുന്ന കൃഷ്ണാർജുന സംവാദമായ ഗീതയുടെ പ്രസക്തമായ തലം യുദ്ധങ്ങളെയും യുദ്ധക്കളങ്ങളെയും ഉല്ലംഘിക്കുന്നത് ഈ മാനബിന്ദുക്കളിൽ വെച്ചാണ്. അതിന്റെ തിരിച്ചറിവാണ് നാം കളഞ്ഞു കുളിച്ചത്. അതാണ് അറിയേണ്ടത്, അറിയിക്കേണ്ടത്.